നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അവരുടെ ആദ്യ മത്സരത്തിൽ ബാഴ്സ നാളെ ന്യൂകാസിൽ യുണൈറ്റഡുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ മൈതാനത്ത് നാളെ രാത്രി 12:30, അതായത് സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെ 12:30 ഈ കളി നടക്കുന്നത്. ആ കളിക്കായിട്ടുള്ള ബാഴ്സയുടെ സ്ക്വാഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ലമീൻ യമാൽ ഇല്ല. യമാലിന് പരിക്കാണ് എന്ന കാര്യം നേരത്തെ തന്നെ ബാഴ്സലോണ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, അത് പ്യൂബിക് ഏരിയയിൽ താരത്തിന് വേദനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എന്ന് ട്രെയിനിങ് നടത്തും, എന്ന് ടീമിലേക്ക് തിരികെ എത്തുമെന്നുള്ളതൊക്കെ കണ്ടറിയണം. അതേസമയം ഫ്രങ്കി ഡിയോങ് സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബാഴ്സയുടെ ടീം നമ്മൾ നോക്കുകയാണ്. ഈ ഒരു മത്സരത്തിനായിട്ട് കോച്ച് ഹൻസി ഫ്ലിക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ് ഇതാണ്. ഗോൾ കീപ്പർമാരായിട്ട് ജൊഹാൻ ഗാർഷ്യ, ഷെസ്നി കൊച്ചൻ എന്നിവരാണുള്ളത്. പിന്നെ ഡിഫൻഡർമാരായിട്ട് അറൗഹോ, കുബാസി, ക്രിസ്ത്യൻസൻ, ജെറാഡ് മാർട്ടിന്, കൂണ്ടെ, എറിക്, ജോഫ്രെ എന്നിവരുണ്ട്. മധ്യനിരയിലേക്ക് പെഡ്രി, ഫെർമിൻ, കെസാരോ, ഓൾമോ, ഫ്രങ്കി ഡിയോങ്, ബെർണൽ എന്നിവരാണുള്ളത്. മുന്നേറ്റത്തിലാവട്ടെ ഫെറാൻ, റോബർട്ട് ലെവൻഡോസ്കി, റാഫീഞ്ഞ, റാഷ്ഫോർഡ്, റൂണി, ടോണി ഫെർണാണ്ടസ് എന്നിവരുണ്ട്. ഏതായാലും പതിവ് പോലെ തന്നെ യുവത്വവും പിന്നെ ലെവൻഡോസ്കിയെ പോലെയുള്ള വെറ്ററന്മാരും ഒക്കെ ചേർന്നിട്ടുള്ള ശക്തമായ ഒരു സ്ക്വാഡും കൊണ്ട് തന്നെയാണ് ബാഴ്സ പോകുന്നത്. ലമീൻ യമാലില്ലാതെ വീണ്ടും കളിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ യമാലില്ലാതെ അവർ വിജയിച്ചിട്ടുണ്ട് ലാ ലീഗയിൽ. ചാമ്പ്യൻസ് ലീഗിൽ എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.